ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വീണ്ടും വരുന്നവനായ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിലുള്ള വന്ദനങ്ങളെ ഞാൻ പരമമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് മുതൽ നാം യാക്കോബിൻ്റെ ലേഖനം പഠന വിധേയമാക്കുകയാണ്. ഇന്ന് രാത്രി ഇതിൻ്റെ പശ്ചാത്തലം മാത്രം ഒന്ന് പറഞ്ഞ് ആദ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ സമയം ധാരാളം ഉള്ളതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പുസ്തകത്തിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു പശ്ചാത്തലം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ യാക്കോബിൻ്റെ പുസ്തകം ജനറൽ എപ്പിസിൽസിനകത്ത് ഉൾപ്പെടുന്നവയാണ്, അഥവാ പൊതു ലേഖനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. പുതിയ നിയമ പുസ്തകങ്ങളെ നാം വിശകലനം ചെയ്യുമ്പോൾ പുതിയ നിയമ പുസ്തകങ്ങളെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് തിരിച്ച് പഠിക്കുവാൻ പറ്റും. ഒന്ന് ഹിസ്റ്ററി അഥവാ ചരിത്ര പുസ്തകങ്ങൾ, 2 എപ്പിസിൽസ് അഥവാ ലേഖനങ്ങൾ, 3 വെളിപ്പാട് പുസ്തകം. അതിൽ ആദ്യത്തെ ഗ്രൂപ്പായിരിക്കുന്ന ഹിസ്റ്ററി ചരിത്ര പുസ്തകങ്ങൾ, അതിനകത്ത് 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് 4 സുവിശേഷങ്ങൾ, 2 അപ്പോസ്തല പ്രവൃത്തി. അങ്ങനെയുള്ള 5 പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങളെന്ന് പറയുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ കടന്നു വരുമ്പോൾ എപ്പിസിൽസ് അഥവാ ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളെ 2 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കാൻ കഴിയും. ഒന്ന് പോളൈൻ എപ്പിസിൽസ്, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളും, 2 ജനറൽ എപ്പിസിൽസും, പൊതുവായിട്ട് എഴുതിയ ബാക്കിയുള്ളവരൊക്കെ എഴുതിയായിരിക്കുന്ന പുസ്തകങ്ങൾ. അതിൽ ഒന്നാമത്തെ പോളൈൻ എപ്പിസിൽസിനകത്ത് 3 ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്ന് പൗലോസ് എഴുതിയ ലേഖനങ്ങളെ വീണ്ടും നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേതിനറിയപ്പെടുന്നത് ജേർണി എപ്പിസിൽസ്, യാത്രയിൽ എഴുതിയായിരിക്കുന്ന പുസ്തകങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്ര ചെയ്തിട്ടുണ്ട്. 4ാമത്തെ യാത്ര എന്ന് പറയുന്നത് അവസാനമായ റോമിലോട്ടുള്ള യാത്രയാണ്. അങ്ങനെ പൗലോസിൻ്റെ ഈ മിഷണറി യാത്രകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് ജേർണി എപ്പിസിൽസ്, യാത്ര മധ്യത്തിൽ എഴുതിയായിരിക്കുന്ന പുസ്തകങ്ങൾ. ആ ജേർണി എപ്പിസിൽസിനകത്ത് ഉൾപ്പെടുന്നവയാണ് ഗലാത്യ ലേഖനം, 1-2 തെസ്സലോനിക്ക പുസ്തകങ്ങൾ, 1-2 കൊരിന്ത്യൻസ്, റോമൻസ്. ഈ 6 പുസ്തകങ്ങൾ പൗലോസിൻ്റെ യാത്രാ കാലയളവിൽ എഴുതിയ പുസ്തകങ്ങളാണ്. അതിൻ്റെ 2ാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ, അഥവാ പൗലോസ് എഴുതിയ 2ാമത്തെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിനറിയപ്പെടുന്നത് പ്രിസൺ എപ്പിസിൽസ് അഥവാ കാരാഗ്രഹ ലേഖനങ്ങൾ. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോൻ്റെ ലേഖനം. ഈ 4 പുസ്തകങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പിന്നീടുള്ളത് 3ാമത്തെ സെക്ഷനാണ്. അത് പാസ്റ്ററൽ എപ്പിസിൽസ്, ഇടയ ലേഖനങ്ങൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ ഇടയ ലേഖനങ്ങൾ എന്ന് പറയുന്നത് 1-2 തിമോത്തിയോസ്, തീത്തോസിൻ്റെ ലേഖനം. ഈ 3 പുസ്തകങ്ങളാണ് ഇടയ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി 2ാമത്തെ സെക്ഷൻ പൗലോസ് ലേഖനങ്ങളുടെ 2ാമത്തെ സെക്ഷൻ ആയിരിക്കുന്ന ജനറൽ എപ്പിസിൽസ്, പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ. ആ പൊതുവായ ലേഖനങ്ങളിൽ 1ാമത്തത് എബ്രായ ലേഖനം, 2 യാക്കോബിൻ്റെ ലേഖനം, 1-2 പത്രോസ്, 4ാമത്തത് 1-2-3 യോഹന്നാൻ, 5ാമതായിട്ട് യൂദായുടെ പുസ്തകം. ഈ 8 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ എന്നാണ്. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം. ഇതാണ് പുതിയ നിയമ പുസ്തകങ്ങളുടെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത്, അഥവാ അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഈ യാക്കോബിൻ്റെ ലേഖനം പൊതുവായി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ്
ഈ പുസ്തകം. നാം ഇതിൻ്റെ പശ്ചാത്തലങ്ങളെ കൊണ്ടൊന്ന് കടന്നു കൊല്ലുമ്പോൾ വളരെ ലളിതമായിട്ടും വളരെ സംക്ഷിപ്തമായിട്ടുമാണ് ഞാൻ പറയുന്നത്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്, യാക്കോബിൻ്റെ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ, യാക്കോബിൻ്റെ ലേഖനം പൊതു ലേഖനങ്ങൾ പെടുന്നായിരിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ജനറലായിട്ട് അനേക ആൾക്കാർക്ക് വേണ്ടി, പൊതുവായി ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി ഒക്കെ എഴുതപ്പെട്ടായിരിക്കുന്ന പുസ്തകമാണ്. അതിൻ്റെ എഴുത്തുകാരൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. മറ്റു ലേഖനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പുസ്തകം, യാക്കോബിൻ്റെ ഈ പുസ്തകം ഒരു വ്യക്തിക്കോ ഒരു സഭയ്ക്കോ എഴുതപ്പെട്ട പുസ്തകമല്ല. അങ്ങനെ ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, സഭയെ പേര് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമല്ല ഇത്. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത്, ഇതാർക്ക് എഴുതുന്നത്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവിടെ വ്യക്തികളുടെ പേരില്ല, സഭയുടെ പേരില്ല, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രത്യേക സന്ദർഭത്തിൽ യാക്കോബ് എഴുതുമ്പോൾ യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലോട്ട് ചിതറപ്പെടുകയുണ്ടായി. ഈ സമയത്ത് യഹൂദന്മാർ പലയിടത്തായിട്ട് ഇങ്ങനെ ചിതറിപ്പാർക്കുകയാണ്. അങ്ങനെ ചിതറിപ്പാർക്കുന്ന യഹൂദ വംശത്തിന് വേണ്ടി എഴുതപ്പെട്ടായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. അവർ ലോകത്തിൽ നാനാഭാഗങ്ങളിലോട്ട് ചിതറപ്പെടുകയുണ്ടായി. ലോകത്തിൽ ഇതുപോലെ ചിതറപ്പെട്ടായിരിക്കുന്ന ഗ്രൂപ്പ്, ഒരു വിഭാഗം, ഒരു വംശം വേറെയില്ല. അടുത്ത സമയത്ത് ഒരു സ്നേഹിതൻ പറയുണ്ടായി, ലോകത്ത് നാനാഭാഗങ്ങളോട് ചിതറിപ്പാർത്ത 2 വംശങ്ങൾ ഉണ്ട്. ഒന്ന് യഹൂദന്മാരും 2 മലയാളികളും. യഹൂദന്മാർ ചെന്നെത്തിട്ടില്ലാത്ത ദേശത്ത് ലോകമില്ല. എല്ലാ രാഷ്ട്രങ്ങളിലും യഹൂദന്മാർ ചെന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെക്കാട്ട് കൂടുതലായിട്ട് മലയാളികൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. മലയാളികൾ ചെല്ലാത്ത രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഇല്ല. ചില അന്റാർട്ടിക്ക മുതലായുള്ള ഭൂഖണ്ഡങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മലയാളികൾ ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. ആശുപത്രി പോകാൻ വേണ്ടി അവർ ഒരുങ്ങിയിരിക്കുക. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 2 ഗ്രൂപ്പിനെടുത്ത് പഠിക്കുമ്പോൾ യഹൂദന്മാർ അഥവാ ക്രൈസ്തവ വിശ്വാസി വരുന്നതിന് മുമ്പ് യഹൂദന്മാർ ചിതറപ്പെടുകയുണ്ടായി. അവർ പോയിടത്തൊക്കെയും സിനഗോഗുകൾ പണിത് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി വന്നു. ആ സിനഗോഗുകൾ പിന്നത്തേതിൽ പൗലോസിൻ്റെ മിഷണറി യാത്രയുടെ കാലഘട്ടങ്ങളിൽ അവിടെ ചെന്ന് അവരോട് സംവാദിക്കുവാനും സുവിശേഷം പറയുവാനുമായിട്ടുള്ള ഒരവസരം അന്ന് ഉണ്ടായി. അവർ ഏക ദൈവത്തെപ്പറ്റി, സത്യദൈവത്തെപ്പറ്റിയുള്ള സന്ദേശവുമായിട്ടാണ് പോയത്. അതിൻ്റെ ചൂട് പിടിച്ച് അപ്പോസ്തലന്മാർ പോയപ്പോൾ അവർ ഏകദൈവം ആരാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു ചെന്നു. നമ്മുടെ മലയാളികളുടെ പ്രത്യേകത, വിശ്വാസികളുടെ പ്രത്യേകത, നമ്മുടെ ആൾക്കാരെ ഇവിടെ നിന്ന് ജോലി സംബന്ധിച്ച് ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെയൊക്കെയും സുവിശേഷം അവർ എത്തിച്ചു എന്നുള്ളതാണ്. യൂറോപ്പിലെ പല സഭകളും അടഞ്ഞുകിടക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ചെന്ന് അവിടെ കൂട്ടായ്മകൾ ആരംഭിക്കുന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. എവിടെല്ലാം നമ്മുടെ ആൾക്കാർ കടന്നിട്ടുണ്ടോ, വിശ്വാസികൾ കടന്നിട്ടുണ്ടോ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ടവരായാലും അവിടെ കൂടിയുരകൾ ഉണ്ട് എന്നുള്ളത് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ എഴുതിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ക്രിസ്തുവർഷം 44-നും 49-നും ഇടയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് പൊതുവെ വിശ്വസിച്ചു വരികയാണ്. ഈ പുസ്തകത്തിൽ എഴുത്തുകാരനായിരിക്കുന്ന യാക്കോബ്, അദ്ദേഹം യെരുശലേമിൽ ജീവിച്ചിരുന്നയാളും യെരുശലേം സഭയിൽ ശുശ്രൂഷ ചെയ്തു വരുന്നിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുമ്പോൾ, പല ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നതും യെരുശലേമിൽ നിന്നാണ്. ആദ്യത്തെ സഭ എന്ന് പറയുന്നത് യെരുശലേം സഭയാണ്. അവിടെ നിന്നാണ് സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും കടന്നിരുന്നത്.
ഈ എഴുത്തുകാരനായിരിക്കുന്ന യാക്കോബിനെ പറ്റി നാം പഠിക്കുമ്പോൾ മലയാളത്തിൽ നാം ഈ പേര് വായിക്കുമ്പോൾ യാക്കോബ് എന്നാണ് വായിക്കുന്നത്. ബൈബിളിലെ പല പേരുകളും, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പല പേരുകളും പിന്നത്തേതിൽ വിളിക്കുന്നതിൽ, അവരെ അറിയപ്പെടുന്നതിൽ, വിളിപ്പേരിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പേരുകൾ വന്ന വഴി എന്ന് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എബ്രായ ഭാഷ, പിന്നീട് ഗ്രീക്ക് ഭാഷയിലോട്ട് കടന്നു വരുന്നു, പിന്നെ ലാറ്റിൻ ഭാഷയിലോട്ട് വരുന്നു, പിന്നീട് ഫ്രഞ്ചിലോട്ട് കടന്നു വരുന്നു, ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിലോട്ട് കടന്നു വരുന്നു. ഇങ്ങനെയാണ് ആ പഴയ നിയമത്തിലെ പേരുകൾ ഇങ്ങനെ ഇംഗ്ലീഷിലോട്ട് കടന്നു വരുന്നത്. എബ്രായ ഭാഷയിൽ ഈ യാക്കോവിൻ്റെ പേര് യാക്കോവ് എന്നാണ്. YAKKOV, യാക്കോവ് എന്നാണ് എബ്രായ ഭാഷയിൽ അറിയപ്പെടുന്നത്. അത് ഗ്രീക്ക് ഭാഷയിലോട്ട് വരുമ്പോൾ യാക്കോബോസ് എന്നാണ്. IAKOBOS, യാക്കോബോസ് എന്നാണ്. ഇംഗ്ലീഷിൽ വരുമ്പോഴേക്ക് ജെയിംസ് എന്നായി. ഓർത്ത് നോക്കിക്കുക ആ പേരുകളുടെ കടന്നു വരുന്ന വഴികൾ. യഥാർത്ഥത്തിൽ ഒറിജിനൽ നാമം എന്ന് പറയുന്നത്, ഒറിജിനൽ പേരെന്ന് പറയുന്നത്, വിളിക്കേണ്ട പേരെന്ന് പറയുന്നത് യാക്കോബ് എന്നാണ്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന യാക്കോബ്, അതാണ് കറക്റ്റായിട്ടുള്ള വാക്കും, അതാണ് ശരി. എന്നാൽ ഇംഗ്ലീഷിലോട് പരിഭാഷ ചെയ്തപ്പോൾ ജെയിംസ് എന്നായി. വിളിക്കേണ്ടത് യാക്കോബ് എന്ന് തന്നെയാണ്. യാക്കോബാണ് ശരി. ഈ യാക്കോബ് എന്ന് പറയുന്ന പേര് യഹൂദന്മാരുടെ വളരെ പ്രചാരമുള്ള പേരുകളാണ്. അനേക പേരുകൾ യാക്കോബ് ആ കാലഘട്ടം ഉണ്ടായിരുന്നു. പുതിയത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് 4 യാക്കോബന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. നാം യൂദായുടെ ലേഖനം പഠിച്ചപ്പോൾ അത് ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ഒന്നും കൂടി ഞാനത് ഓർപ്പിച്ചു വിടാം. ഒന്നാമത്തെ യാക്കോബ് എന്ന് പറയുന്നത് സെബദിയുടെ മകനും യോഹന്നാൻ്റെ സഹോദരനുമായ അപ്പോസ്തലനായ യാക്കോബ്. അത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ യാക്കോബ് AD 44 രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1-6 വരെ ഭാഗത്ത് ഹേരോദാവ് ഈ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ യാക്കോബ് എന്ന് പറയുന്നത് അൽഫായുടെ മകനായിരിക്കുന്ന യാക്കോബ്. അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം, മർക്കോസിലെ സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യം. ഈ യാക്കോബ് അപ്പോസ്തലന്മാരുടെ ഗ്രൂപ്പിൽപ്പെടുന്ന യാക്കോബാണ്. മൂന്നാമത്തെ യാക്കോബ് എന്ന് പറയുന്നത് ശിഷ്യനായ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ യൂദാസിൻ്റെ അപ്പനായ യാക്കോബ്. അത് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നുണ്ട്. നാലാമത്തെ യാക്കോബ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബ്. അത് മത്തായിയുടെ സുവിശേഷം 13:55, ഗലാത്യ ലേഖനം 1:19. ഈ പറയുന്ന യാക്കോബും യൂദായും, നാം പഠിച്ച ലേഖനത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന യൂദായും, ഇവർ രണ്ടുപേരും യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരായിരുന്നു. അതായത് യേശുക്രിസ്തു ജനിച്ച ശേഷം ജോസഫിനും മറിയയ്ക്കും ജനിച്ച മക്കളായിരുന്നു ഈ പറയുന്ന യാക്കോബും യൂദായും. ഇവരെ കൂടാതെ തന്നെ മറ്റു സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇവരെ മൊത്തത്തിൽ 4 പേരാണ് സഹോദരന്മാരുണ്ടായിരുന്നു. യാക്കോബ്, യോസെ, ശിമയോൻ, യൂദാസ്. ഈ 4 പേരും യോസഫിന് കൂടി മറിയയ്ക്ക് ജനിച്ച പുത്രന്മാരാണ്. അതുകൊണ്ടാണ് ഇവരെ ഹാഫ് ബ്രദേഴ്സ്, യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരെന്ന് വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ഒരിക്കൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച പോലെ, ഒരിക്കൽ ഈ യാക്കോബും യൂദായും അവിശ്വാസികളായി ജീവിച്ചവരായിരുന്നു. യേശുക്രിസ്തു അവർ വിശ്വസിച്ചിരുന്നില്ല. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-5 വരെയും യോഹന്നാൻ 7:1-9 വരെയും അതിനെപ്പറ്റി, അവരുടെ അനുഭവത്തെപ്പറ്റി പറയുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം, അവനെ ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്
ഇവർ കർത്താവിൽ വിശ്വസിപ്പാനായിട്ടിടയായിട്ടുണ്ട്. അത് പ്രവൃത്തികളുടെ പുസ്തകം 1:14 വായിക്കുന്നു. ഈ പറയുന്ന അർത്ഥ സഹോദരന്മാരിൽ ഒരാളായിരിക്കുന്ന യാക്കോബാണ് ഈ ലേഖനം എഴുതിയെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്ന വിഷയമാണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകളെ പറ്റി വേഗത്തിലൊന്ന് ഓടിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ഒരിക്കൽ യാക്കോബിൻ്റെ മാളിക മുറിയിൽ പ്രത്യക്ഷനായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1:14, 1 കൊരിന്ത്യർ 15:7. അവൻ യാക്കോബ് മാളിക മുറിയിൽ അയക്കുമ്പോൾ കർത്താവ് അവന് പ്രത്യക്ഷനായതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല യെരുശലേം സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു, എൽഡറായിരുന്നു, അഥവാ ബിഷപ്പായിരുന്നു ഈ യാക്കോബ് എന്ന് നമുക്ക് 12-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവും 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യവും ഗലാത്യ ലേഖനം 2:1, 9, 10, 12 ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യാക്കോബ് യെരുശലേം സഭയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം ശുശ്രൂഷകളെ ചെയ്ത വ്യക്തിയായിരുന്നു. മാത്രമല്ല ഈ യാക്കോബിനെ അറിയപ്പെടുന്നത് പില്ലർ ഓഫ് ജെറുസലേം ചർച്ച്, ജെറുസലേം സഭയുടെ പില്ലർ, തൂണ് എന്നാണ് ഈ യാക്കോബിനെ പറ്റി അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ, വേദപുസ്തക ചരിത്രത്തിൽ ഈ യാക്കോബിനെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് ശിഷ്യന്മാരുടെ ഇടയിൽ പൊതുവെ അറിയപ്പെടുന്നത്. നല്ല മനുഷ്യനായിട്ട്, നല്ല സാക്ഷ്യമുള്ള, നല്ല സ്നേഹനിധിയായിട്ടുള്ള നല്ലൊരു മനുഷ്യനായിട്ട്, നല്ലൊരു വിശ്വാസിയായിട്ടാണ് യാക്കോബിനെ പൊതുവെ അറിയപ്പെടുന്നത്. അതുമാത്രമല്ല അധിക സമയങ്ങൾ ഈ യാക്കോബ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഒട്ടകത്തിൻ്റെ കാല് പോലെ, ഒട്ടകത്തിനെ പോലെ മുട്ടുള്ളവൻ എന്നാണ് ഈ യാക്കോബിനെ പറ്റി അറിയപ്പെടുന്നത്. ഒട്ടകത്തിൻ്റെ തഴമ്പുള്ളത് പോലെ, കാലിൽ തഴമ്പുള്ളത് പോലെ യാക്കോബിനും മുട്ടിന്മേൽ തഴമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതേ സമയങ്ങൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. അതുകൊണ്ട് യാക്കോബിൻ്റെ മുട്ടും നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ മുട്ടിന് തുല്യമാണ് എന്നൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ യാക്കോബ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഈ യാക്കോബ് വിവാഹിതനായിരുന്നു എന്ന് ചിലർ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9-ന്റെ 5-ാം വാക്യം. കർത്താവിന്റെ സഹോദരന്മാരും ഏകഭാവം ചെയ്യുന്നതുപോലെ ഭാര്യയായും സഹോദരിയുമായി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണിത്. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ എന്ന് പൗലോസ് പറയാം. ശേഷം സഹോദരന്മാർ, അത് മാത്രമല്ല കർത്താവിൻ്റെ സഹോദരന്മാരും. ആരാണ് കർത്താവിൻ്റെ സഹോദരന്മാർ? യാക്കോബും യൂദായും. ബാക്കിയുള്ള അപ്പോസ്തലന്മാരും ശേഷം സഹോദരന്മാരും എന്ന് പറയും, കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സഹോദരന്മാരായിരിക്കുന്ന യാക്കോബും യൂദായും കേഫാവ് എന്ന് പറയുന്നത്, കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്, കേഫാവും ചെയ്യുന്ന പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരം ഇല്ലയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യാക്കോബും യൂദായും ഒക്കെ വിവാഹിതരായിരുന്നു. അവരവരുടെ ഭാര്യമാരുമായിട്ട് സഞ്ചരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും, പൗലോസ് ഉൾപ്പെടെയുള്ള, ഞങ്ങൾ എന്ന് പറയുന്ന പൗലോസ് ആരെ പറ്റിയാണ് പറയുന്നത് അറിഞ്ഞുകൂടാ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് ഉണ്ട്, ഞങ്ങൾക്കും അധികാരമില്ലയോ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഈ വാക്യം ചിന്തിക്കുകയാണെങ്കിൽ ഈ യാക്കോബ് വിവാഹിതനായിരുന്നു എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ല, ഭാര്യ സഹോദരിയുമായി, അത് പൗലോസ് തന്നെ അവർ ചെയ്യുന്ന പോലെ എനിക്കും
പൗലോസിനെ പറ്റി പറയാം, അല്ലല്ല, ആഗ്രഹമില്ലയോ. അവർ ചെയ്യുന്ന പോലെ എനിക്കും ആഗ്രഹമില്ലയോ. എന്നാൽ ഇവിടെ ഈ ലേഖനം എഴുതുമ്പോൾ യൂദ ചെയ്തപോലെ ആണ് യാക്കോബും പറയുന്നത്. യൂദ ഒരിക്കലും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ് എന്ന് വെളിപ്പെടുത്തിയില്ല. ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ എന്നാണ് യൂദ തൻ്റെ ലേഖനത്തിൽ ആരംഭിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് യാക്കോബ്. യാക്കോബ് പറയുന്നില്ല ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്, എൻ്റെ അമ്മയും അവൻ്റെ അമ്മയും ഒരാളാണ് എന്ന് പറഞ്ഞൊരു ആകുമൊന്നും പറയുന്നില്ല. യാക്കോബ് പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് മാത്രമാണ്. അപ്പോൾ യാക്കോബും യൂദായും ഒരേ നിലയിലാണ് അവരെ മറ്റുള്ളവരുടെ മുമ്പാകെ വരച്ചു കാട്ടത് എന്ന് കാണാൻ കഴിയുകയാണ്. ഇവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെയും അതിൻ്റെ ഓപ്പണിംഗ് വേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ് അവന് പരിചയപ്പെടുന്നത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനാണ് എന്നൊരിക്കലും യാക്കോബ് പറയുന്നില്ല. അതുമാത്രമല്ല, ഈ യാക്കോബിൻ്റെ പ്രത്യേകത യവന ഭാഷ, ഗ്രീക്ക് ഭാഷ നല്ലവണ്ണം കൈകാര്യം ചെയ്യുവാൻ പ്രാവീണ്യമുള്ളവനായിരുന്നു, കഴിവുള്ളവനായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഈ പുസ്തകത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ, ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി വളരെ മനോഹരമായിട്ട്, വളരെ ആലങ്കാരികമായിട്ട്, അത് ഒരു ഗ്രീക്ക് പണ്ഡിതാവെന്ന നിലയിലാണ് അതിൻ്റെ ഓരോ അവതരണ രീതിയും കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യാക്കോബിന് ഗ്രീക്ക് ഭാഷയിൽ, യവന ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഗ്രീക്ക് പഠിച്ചവർക്ക് ഇതിൻ്റെ ഭാഷാ പ്രയോഗം വളരെ വളരെ ആലങ്കാരികമായിട്ട്, വളരെ ഭംഗിയായ നിലയിൽ, വളരെ ക്ലാസിക്കലായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവതരണ ശൈലി വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും 4 ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. അത് മാത്രമല്ല, പഴയ നിയമത്തിലെ 33 സൂചനകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ മുമ്പോട്ടുള്ള പഠനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ലേഖനം എഴുതുമ്പോൾ അവർ കൂടി വന്നിരുന്ന സ്ഥലം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. കൂടി വന്നിരുന്ന സ്ഥലം പള്ളിയായിരുന്നു എന്ന് കാണുന്നുണ്ട്. പള്ളിയായിരുന്നു എന്നാണ് വായിക്കുന്നത്. അവിടെ പള്ളി എന്ന് പറയുമ്പോൾ അത് സിനഗോഗാണ്. സിനഗോഗ്, യഹൂദന്മാർ പോടത്തൊക്കെയും സിനഗോഗുകൾ പണിതിരുന്നു. അതായത് യഹൂദന്മാർ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്ന് പാർത്താൽ 10 പുരുഷന്മാർ അവിടെ ഉണ്ടെങ്കിൽ, അതാ 10 യഹൂദ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കൊരു സിനഗോഗ് പണിയാനായിട്ടുള്ള അവർ താല്പര്യമെടുക്കും. ആ 10 സംഖ്യ കാണണം. ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പുഴവക്കത്തൊക്കെ പോയി ആരാധിച്ചവിടെയൊക്കെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എവിടെല്ലാം 10 യഹൂദന്മാർ പാർക്കുന്നുണ്ടോ അവിടെ സിനഗോഗ് അവർ പണിയാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുമ്പോൾ പള്ളികളിൽ അവിടെ പള്ളി അവിടെ കൂടി വന്ന സ്ഥലം പള്ളിയായിരുന്നു പറയുമ്പോൾ ആ പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്. അവിടെ സിനഗോഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥനയും ദൈവവചന പാരായണവും ഡിസ്കഷനും മാത്രമാണ്. അവിടെ യാഗങ്ങളൊന്നും തന്നെയില്ല. വായിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും മാത്രമായി കൂടി വരുന്ന സ്ഥലമാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ സമയത്ത് യഹൂദന്മാരുടെ പല പല കോളനികളിലൊക്കെ ആയിട്ട് അവർ സിനഗോഗുകൾ പണിത് അവിടെ കൂടി വരുന്ന രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ്. കൂടാതെ പഴയ നിയമത്തിലെ നിരവധി കഥാപാത്രങ്ങളെ, നിരവധി ആൾക്കാരെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അറിയപ്പെടുന്ന നിരവധി ആൾക്കാർ ഈ പുതുനിയമത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ യാക്കോബ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരിൽ ആയിരുന്നു അബ്രഹാം, ഇസ്ഹാക്ക്, രാഹാബ്, ഈയോബ്, ഏലിയാബ്. ഇങ്ങനെയുള്ള പ്രസിദ്ധരായിരിക്കുന്ന ആൾക്കാർ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ പഴയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകൃതിയിൽ കണ്ടുവരുന്ന പല പ്രതിഭാസങ്ങളെ പറ്റിയും യാക്കോബ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് നാച്ചുറൽ കാര്യങ്ങളെപ്പറ്റി, പ്രകൃതിയിൽ കണ്ടുവരുന്ന പല രീതികളെപ്പറ്റി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തതായിട്ടൊരു പ്രത്യേകത,
ചില ആൾക്കാർ ചിന്തിക്കുന്നത് യാക്കോവും പൗലോസും തമ്മിൽ ചില വിഷയങ്ങളിൽ കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ എഴുത്തുകളിൽ യാക്കോവും പൗലോസും തമ്മിൽ ചില കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നവോത്ഥാന പിതാവായിരുന്ന മാർട്ടിൻ ലൂതർ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാർട്ടിൻ ലൂതർ ആണല്ലോ പ്രൊട്ടസ്റ്റാന്റിസം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് ആ ചിന്താഗതി മനസ്സുണ്ടായിരുന്നു. അതായത് യാക്കോവും പൗലോസും തമ്മിൽ ചില വിഷയങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർട്ടിൻ ലൂതർ ഈ പുസ്തകത്തെ, യാക്കോവിൻ്റെ പുസ്തകത്തെ വിളിച്ചത് എ റൈറ്റ് സ്ട്രോവി എപ്പിസിൽ അഥവാ എപ്പിസിൽ ഓഫ് സ്ട്രോ, വൈക്കോലിന് സമാനമായ പുസ്തകം എന്നാണ് മാർട്ടിൻ ലൂതർ ഈ യാക്കോവിൻ്റെ ലേഖനത്തെ വിളിച്ചത്. വൈക്കോലിന് സമാനമായ പുസ്തകം, അതായത് ഇത് വേഗം കത്തിത്തീരുന്ന ഒന്നാണല്ലോ വൈക്കോൽ എന്ന് പറയുന്നത്. പ്രയോജനമില്ലാത്ത, കഴമ്പില്ലാത്ത ഒരു പുസ്തകം എന്നാണ് മാർട്ടിൻ ലൂതർ ഈ പുസ്തകത്തെ വിളിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, ഈ യാക്കോവിൻ്റെ ലേഖനം ഈ തിരുവെഴുത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് വരെ മാർട്ടിൻ ലൂതർ പറയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ യാക്കോവിൻ്റെ എഴുത്തുകളിൽ കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ മനസ്സിലാക്കി കൊണ്ടാണ് അദ്ദേഹം അതിന് പറയുകയായിരുന്നത്. അത് വൈരുദ്ധ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാരണം പൗലോസിൻ്റെ വിഷയവും യാക്കോവ് എഴുതും നമ്മൾ ചെറിയ കോൺട്രഡിക്ഷൻ കാണുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചിന്താഗതി ഉണ്ടായത്. മാർട്ടിൻ ലൂതറിൻ്റെ തിയോളജി അനുസരിച്ച്, അഥവാ പൗലോസിൽ നിന്ന് പ്രാപിച്ചാരിക്ക് തിയോളജി അനുസരിച്ച്, ഫെയ്ത്ത് എലോൺ ഇൻ ഗോഡ് വാസ് നീഡ് ഫോർ സാൽവേഷൻ. രക്ഷയ്ക്ക് വിശ്വാസം മാത്രം ആണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു. അതേ നിലപാട് തന്നെയായിരുന്നു നവോത്ഥാന പിതാവായിരുന്ന മാർട്ടിൻ ലൂതറിൻ്റെ ചിന്ത. അതുതന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുതന്നെയാണ് ശരി. എന്നാൽ യാക്കോബ് ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് മീനിങ്ലെസ്. വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തി നിർജീവം എന്ന് യാക്കോബ് പഠിപ്പിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് പഠിപ്പിച്ചു. അത് ചത്തതാണ് എന്ന് യാക്കോബ് പഠിപ്പിച്ചു. യാക്കോവിൻ്റെ ഈ പ്രസ്താവനയോടെയാണ് ലൂതറിന് യോജിക്കാൻ പറ്റാതെ പോയത്. അത് മാർട്ടിൻ ലൂതർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയത്, യാക്കോവിൻ്റെ എഴുത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്, രക്ഷയ്ക്ക് വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും ആവശ്യമാണ് എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് വിശ്വാസം മാത്രമാണ്. ഫെയ്ത്ത് അലോൺ ഈസ് നെസസറി ഫോർ സാൽവേഷൻ. രക്ഷയ്ക്ക് വിശ്വാസം മാത്രമുണ്ട്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുമ്പോൾ പ്രവൃത്തിയും വിശ്വാസവും പ്രവൃത്തിയും കൂടി ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു എന്ന് ചിന്താഗതി അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ ആ വിഷയത്തിൽ അല്പം അകൽച്ച വെളിപ്പെടുത്താൻ. മാർട്ടിൻ ലൂതർ റോമൻ കാത്തോലിക്ക സഭ വിട്ടിറങ്ങിയത് ഒറ്റ ഉപദേശത്തിൻ്റെ വിഷയത്തിലാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. അതായത് രക്ഷ വിശ്വാസത്താൽ മാത്രം, പ്രവൃത്തികളാൽ രക്ഷ നേടുക അസാധ്യമാണ്. വിശ്വാസത്താൽ മാത്രം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീതീകരിക്കുക, ഡിക്ലെയറിങ് ആസ് റൈറ്റസ്. അതാണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയോളജിക്കൽ ടേമാണ്. അതിൻ്റെ അർത്ഥം ഡിക്ലെയറിങ് ആസ് റൈറ്റസ്, നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക. എപ്പോഴാണ് നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നത്? എപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നോ അതേ സമയത്ത് തന്നെ ആ വ്യക്തിയെ ദൈവം എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? നീതിമാനായിട്ട് പ്രഖ്യാപിക്കും. എന്നാൽ റോമൻ കാത്തോലിക്ക സഭ പ്രവൃത്തികളെ പറ്റിയൊക്കെ ധാരാളം പഠിപ്പിച്ചു വരുന്ന സഭയാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ആ വിഷയത്തിലാണ് റോമൻ കാത്തോലിക്ക സഭ വിട്ട് മാർട്ടിൻ ലൂതർ പുറത്തു വന്നത്. ഇവിടെ യാക്കോബ് അർത്ഥമാക്കിയത് എന്താണ്? യാക്കോബ് അർത്ഥമാക്കിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം, കർത്താവിലായിരിക്കുന്ന വിശ്വാസം, അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കണം എന്നാണ് യാക്കോബ് അർത്ഥമാക്കിയത്.
മറിച്ച് വിശ്വാസം അധികം പ്രവൃത്തി സമം എന്നല്ല ഉദ്ദേശം. രക്ഷയ്ക്ക് എന്താണ് കാരണമായിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. വിശ്വാസം അധികം കൃപ സമം രക്ഷ. കൃപയാലല്ല, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് രക്ഷയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്? കൃപ അധികം വിശ്വാസം സമം രക്ഷ. അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. പഴയമത്തിലും ഇന്നും വരുവാനുള്ള ലോകത്തിലും അത് തന്നെയാണ്, മാറ്റം ഉണ്ടാവുകയില്ല. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്നത് വിശ്വാസമുണ്ട്, കൃപയാൽ രക്ഷപ്പെട്ടു, വിശ്വാസമുണ്ട്, ആ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വസ്തുത, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടി അത് വെളിപ്പെട്ട് വരണം എന്നാണ് യാക്കോബ് അർത്ഥമാക്കിയത്. യാക്കോബിൻ്റെയും പൗലോസിൻ്റെയും വേദചിന്തകളെ നാം ഒന്ന് പഠിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട് 2:24, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു നിങ്ങൾ കാണും. യാക്കോബ് പറയുക 2:24, മനുഷ്യൻ വെറും വിശ്വാസത്താൽ അല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു നിങ്ങൾ കാണും. ഇന്ന് പൗലോസ് പറയുന്നത് എഫെസ്യർ 2:8-9 വായിക്കുന്നത് പ്രകാരമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ ഉള്ളതായിട്ട് കാണുകയാണ്. പൗലോസ് അർത്ഥമാക്കിയിരിക്കുന്നത് ഫെയ്ത്തിനെ പറ്റി, വിശ്വാസത്തെപ്പറ്റിയാണ് പൗലോസ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഊന്നി പറയും. പൗലോസിൻ്റെ വേദചിന്തയിൽ പൗലോസ് എഴുതുമ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് റൂട്ട് ആൻഡ് കോസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ അടിസ്ഥാന വേരും കാരണവും എന്താണ്? വിശ്വാസം മാത്രമാണ്. എന്നാൽ അത് റൂട്ടിനെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ റൂട്ട് ആൻഡ് കോസ്. യാക്കോബ് പറയുമ്പോൾ പ്രവൃത്തി, വർക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം അർത്ഥമാക്കിയിരിക്കുന്നത് ഫ്രൂട്ട് ആൻഡ് റിസൾട്ട് ഓഫ് സാൽവേഷൻ, ഫലവും ഫ്രൂട്ടും. അതിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ ഫലവും അതിൻ്റെ റിസൾട്ടും, തണ്ണുന്ന ഫലവും അത് ചേർന്നാണ്. അപ്പോൾ ഒരാൾ റൂട്ടിനെ പറ്റി പറയുമ്പോൾ വേറൊരാൾ ഫ്രൂട്ടിനെ പറ്റി പറയും. പൗലോസിൻ്റെ റൂട്ട് എങ്ങനെയാണ് വിശ്വാസികൾ വരുന്നതിൻ്റെ രക്ഷയുടെ റൂട്ടിനെ പറ്റി പറയുമ്പോൾ യാക്കോബ് ആ വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ ഫലം എന്താണ് എന്ന് യാക്കോബ് പഠിപ്പിക്കുക. അഥവാ നിങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നു, കർത്താവിൽ കൂടിയുള്ള രക്ഷ പ്രാപിച്ചു, ആ രക്ഷയുടെ ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്നാണ് യാക്കോബ് അർത്ഥമാക്കിയത്. ഈ രണ്ട് പേരുടെ വേദചിന്തകളാണ്, യാക്കോബിൻ്റെയും പൗലോസിൻ്റെയും വേദചിന്തകളാണ് മാർട്ടിൻ ലൂതറും മറ്റനേകരും യാക്കോബിൻ്റെ ലേഖനത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകാതെ പോയത്. ഈ ഒരു ചിന്തയാണ്. വാസ്തവത്തിൽ ഇവിടെ വൈരുദ്ധ്യങ്ങളില്ല, രണ്ടുപേരും ഒരേ വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ യാക്കോബ് ഒരു പടിയുടെ മുമ്പോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ യാക്കോബ് ആ വിഷയത്തിൻ്റെ ഒരു പടിയൂടെ മുമ്പോട്ട് പോയിട്ട് നമ്മുടെ ജീവിത അനുഭവത്തിൽ കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യണം എന്നാണ്, പുറത്തു കൊണ്ടുവരണം എന്നാണ് യാക്കോബ് ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയുണ്ടായി, നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ് എന്ന് പൗലോസ് പലയിടത്ത് പറയുന്നുണ്ട്. വിശ്വാസത്തെപ്പറ്റി ഊന്നി പറഞ്ഞ പൗലോസ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും വേണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 6:18. 1 തിമോത്തിയോസ് 6:18. ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും തക്കവണ്ണം സമ്പന്നരായി ദാനശീലനും ഔദാര്യമുള്ളവരുമായി സാക്ഷാൽ ജീവനെ പിടിച്ചുകൊണ്ടേണ്ടത് വരുകാലത്തേക്ക്
ഓക്കെ, അവിടെ എന്താ പൗലോസ് പറയുന്നത്? വിശ്വാസത്തെ പറ്റി ആധികാരികമായിട്ട് എഴുതി സ്ഥാപിച്ച പൗലോസ് തിമോഥെയോസിന് പറയുമ്പോൾ അവിടെ എന്ത് പറയുന്നു? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരായി ദാനശീലരും. അപ്പോൾ അതെന്തുവാ? പ്രവൃത്തിയല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രവൃത്തിയാണ്. അതേ പൗലോസ് തന്നെയാണ് വിശ്വാസത്താൽ എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് തിമോഥെയോസിനോട് പറയുന്നുണ്ട്. ഇനി എഫെസ്യ ലേഖനം 2:10. എഫെസ്യ ലേഖനം 2:10. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കും. അപ്പോൾ അത് പ്രവൃത്തിയെ പറ്റിയ പൗലോസ് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഫലങ്ങളെപ്പറ്റി, പ്രവൃത്തികളെപ്പറ്റി പറയാം. ഇനി തീത്തോസിന്റെ ലേഖനം 3:8. 3:8. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. ദൈവത്തിൽ വിശ്വസിച്ചവരെ സൽപ്രവൃത്തികള് ഉത്സാഹികളായിരിക്കണം. പൗലോസാണ് ഇത് പറയുന്നത്. അപ്പോൾ പൗലോസും എന്ത് പറയുന്നുണ്ട്? പ്രവൃത്തികൾ ചെയ്യണം എന്ന് പൗലോസ് തന്നെ പറയുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താണ്? നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:16 വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5:16 വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ബോധപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മാത്രപ്പെടുത്താം. അപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, അതായത് വിശ്വാസികളായി തീർന്നിരിക്കുന്ന, വിശ്വാസ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന, ദൈവമക്കളായി തീർന്ന, ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇനി യാക്കോബ് എന്താ പറയുന്നത്? 2:5 വാക്യത്തിൽ യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ യാക്കോബ് അവരുടെ പ്രവൃത്തികളെപ്പറ്റി യാക്കോബോട് പറയും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ചിന്തിച്ചു വരുമ്പോൾ പൗലോസും യാക്കോബും ഒരു വിഷയത്തെപ്പറ്റി 2 നിലകളിലോട്ട് അവതരിപ്പിക്കും. പരസ്പര വൈരുദ്ധ്യം അവിടെ ഇല്ല. രണ്ടുപേരും ഒരു വിഷയം 2 നിലകളിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അത് മനസ്സിലാക്കുവാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുള്ളത്. അത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു മനുഷ്യന് 2 ആത്മാർത്ഥ സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ അമ്മ ഒരു അപകടത്തിൽപ്പെട്ടു, അല്പം വിഷമസ്ഥിതിയിലാണ്, വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, നീ വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സ്നേഹിതൻ, വളരെ ക്ലോസ് ഫ്രണ്ടാണ്, മറ്റേ സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അവിടെ വെച്ച് തന്നെ അമ്മ മരിച്ചു, നീ വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാര് പറഞ്ഞതാ ശരി? ആദ്യത്തെ സ്നേഹിതൻ പറഞ്ഞു, അമ്മയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, വഴിവെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി, അപകടത്തിൽപ്പെട്ടു, അല്പം അത്യാവശ്യ നിലയിലാണ്, നീ വേഗത്തിൽ വരണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറയാണ്, അപകടത്തിൽപ്പെട്ടു, മരിച്ചുപോയി. ഇപ്പോൾ ഇതാര് പറയുന്നത്? 2 പേരും ക്ലോസ് ഫ്രണ്ട്സ്. ആരുടെ വാക്കാണ് ശരി എന്ന് അദ്ദേഹം ചിന്തിച്ചു. 2 പേരും പറഞ്ഞത് ശരിയാണ്. അതായത് അമ്മ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കാറ് വന്ന് അമ്മയെ ഇടിച്ചു, തൊട്ടുപുറകെ ആംബുലൻസ് വന്നു, ആ ആംബുലൻസിൽ കയറ്റി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അല്പം സീരിയസ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ഈ ആംബുലൻസ് വേറൊരു കാറിനെ ഇടിച്ച് അവിടെ വെച്ച് അമ്മ മരിച്ചു. മനസ്സിലായോ? 2 പേര് ശരിയല്ലേ?
ആദ്യം ഇടിച്ചപ്പോൾ മരിച്ചില്ല, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. കൊണ്ടുപോയ വഴിക്ക് വേറെ വണ്ടിക്ക് ഇടിച്ചു, അമ്മ അവിടെ വെച്ച് മരിച്ചു. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ പൗലോസ് പറയുന്നതും യാക്കോബ് പറയുന്നതും ശരി തന്നെയാണ്. പരസ്പര വൈരുദ്ധ്യമില്ല. രണ്ടുപേരും രണ്ട് ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ വിഷയം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളിലോട്ട് കടന്നു പോകുമ്പോൾ പാരമ്പര്യം പറയുന്നത് യെരുശലേം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, AD 70 മുമ്പ് നിരവധി യഹൂദന്മാർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ സന്ദർഭത്തിൽ മഹാപുരോഹിതനായിരിക്കുന്ന ഹന്നാസ് സന്നിഹിതര സംഘത്തെ വിളിച്ചു. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അവരെ വിളിച്ചിട്ട് അവരുടെ മധ്യത്തിൽ യാക്കോബിനെ വിളിച്ചു വരുത്തി. അതായത് AD 70 യെരുശലേം നശിക്കപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ വിശ്വാസികൾ ധാരാളം പേരുണ്ട്. ഈ ഹന്നാസ് എന്ന് പറയുന്ന മനുഷ്യൻ, പുരോഹിതന് സന്നിഹിതര സംഘത്തെ മൊത്തത്തിൽ വിളിച്ചിട്ട് അവരുടെ നടുവിൽ യാക്കോബിനെ കൊണ്ട് നിർത്തി. അവനോട് അവർ പറയുകയാണ്, യേശു ഇസ്രായേലിൻ്റെ മശിഹ എന്ന് നീ പറയുന്നത് തെറ്റാണ്, ആ വാക്ക് പിൻവലിക്കണമെന്ന് യാക്കോബിനോട് പറയും. അങ്ങനെ നീ പറയാൻ പാടില്ല, ആ ഒരു ചിന്താതി നീ പിൻവലിക്കണം, അങ്ങനെ പ്രസ്താവന നടത്തുവാൻ പാടില്ല. യേശു ഇസ്രായേലിൻ്റെ മശിഹ എന്ന് പറയാൻ പാടില്ല, അത് പിൻവലിച്ചേ മതിയാവൂ എന്നവർ ആവശ്യപ്പെട്ടു. അർത്ഥാൽ നീ യേശുവിനെ തള്ളിപ്പറയണമെന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, അവരുടെ ഉദ്ദേശം. അങ്ങനെ പറയുവാനായിട്ട് യാക്കോബ് തയ്യാറായില്ല. അവസാനം അവർ ചെയ്തത് ഈ യാക്കോബിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുപോയി, അതിൻ്റെ ശിഖരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും യാക്കോബിനെ താഴോട്ട് തള്ളിയിട്ടു. തള്ളിയിട്ട ശേഷം യാക്കോബിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായത്. ഇങ്ങനെയായിരുന്നു യാക്കോബിൻ്റെ അന്ത്യം എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ഞാൻ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞുള്ളൂ. ഒരുപാട് ആഴങ്ങളോട്ട് പോകാനായിട്ട് ഉണ്ട്, അത്രയും പോകുന്നില്ല. എന്നാൽ അടുത്ത അധ്യായങ്ങളോട് നാം കടന്നു ചെല്ലുമ്പോൾ കുറച്ചും കൂടെ പശ്ചാത്തലങ്ങളെ പറ്റി ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ യാക്കോബ് പല വിഷയങ്ങളെപ്പറ്റി ആണ് പഠിപ്പിക്കുന്നത്, പല വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും. കർത്താവുള്ളായിരിക്കുന്ന വിശ്വാസവും വിശ്വാസത്തോട് ചേർന്നുള്ളായിരിക്കുന്ന നമ്മുടെ പ്രവൃത്തിയും അത് വെളിപ്പെട്ട് വരട്ടെ, ജീവിതത്തിൽ പ്രകടമായിരിക്കട്ടെ എന്നാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു ഭക്തനായിട്ട് മാത്രം പേരിൽ നിലനിൽക്കാതെ നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം, കർത്താവിനുള്ള സ്നേഹവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രകടമായി വരണം. കൂട്ടു സഹകരണങ്ങളുടെ ബന്ധത്തിലും സമൂഹത്തിലുള്ള ബന്ധത്തിലും നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടി അത് കൊണ്ടുവരണം എന്ന് യാക്കോബ് അല്പം കൂടി മുമ്പോട്ട് കടന്നു എന്ന് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. അതുമാത്രമല്ല, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റി യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നാവിനെ ഭംഗിയായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, മുറിവേൽക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും നിങ്ങളുടെ നാവുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു അലങ്കാര പ്രയോഗമാണ്. നിങ്ങളുടെ നാവിനെ എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് കാത്തുകൊള്ളണം. ഒരു കുതിരയെ എങ്ങനെ കടിഞ്ഞാണിട്ട് നിർത്തുന്നുവോ അതേമാതിരി നിങ്ങളുടെ നാവിനെയും നിങ്ങൾ ഇത്രയും അപകടം പിടിച്ചായിരിക്കുന്ന ഒരു അവയവം വേറെ ഇല്ല. ഈ നാവാണ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. ഒരു വാക്ക്, അതാണ് സംഘർഷങ്ങളും സംഘടനകളും പ്രശ്നങ്ങളും യുദ്ധം വരെ ഉണ്ടാകാനുള്ള കാരണം. ഒരു നാവ് ചെറിയ അവയവമാണ്, പക്ഷേ വലിയ അപകടമാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് യാക്കോബ് പറയാണ്, വളരെ പക്വതയോടുകൂടി പരിജ്ഞാനത്തോടുകൂടി ഈ നാവ് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളതിനെ കടിഞ്ഞാണിട്ട് പിടിച്ചു കൊള്ളണം എന്ന് യാക്കോബ് പറയുകയാണ്. അതുമാത്രമല്ല, അവസാനം യാക്കോബ് ഓർപ്പിക്കുന്നുണ്ട്,
നിങ്ങളുടെ ഓരോരുത്തരും കടമയാണ്, സഭയുടെ കടമയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളില്ലാത്ത സ്ഥലമില്ല, രോഗികളില്ലാതിരിക്കുന്ന സഭയില്ല, രോഗികളില്ലാത്ത വീടുകളില്ല. സകലയിടത്തും രോഗികളുണ്ട്. പക്ഷേ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സഭയുടെ കടമയാണ്. ഈ 3 പ്രധാന വിഷയങ്ങളാണ് യാക്കോബ് ഇങ്ങനെ അത് ഉയർത്തിക്കാണും. ഇത് വിശ്വാസികളായിരിക്കുന്നവരുടെ ജീവിത പ്രവൃത്തികളിൽ കൂടി വെളിപ്പെട്ട് വരേണ്ടതാണ്. അത് ജീവിതത്തെ അനുഭവമാക്കേണ്ട വിഷയമാണ്. അഥവാ യാക്കോബിനെ പോലെ നിരന്തരമായി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്ന് യാക്കോബ് ആഗ്രഹിക്കുക. അനേകർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന, ഇടിവ് നിൽക്കുന്ന, പോരാടുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന അനുഭവങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുക. പ്രത്യേകിച്ച് ഉപദ്രവ നിമിത്തം കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന, ശാരീരികമായിട്ട് ക്ലേശം അനുഭവിക്കുന്ന വിശ്വാസികളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നവരായിരിക്കണം എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത് യാക്കോബ് മൊത്തത്തിൽ താൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തിരിഞ്ഞിരിക്കുന്ന സകല വിശ്വാസികളും നിങ്ങളുടെ ആ വിശ്വാസം, അതിൻ്റെ ആ ആഴങ്ങൾ, അതിൻ്റെ ആ തീവ്രത, ദൈവത്തോടായിരിക്കുന്ന സ്നേഹവും ഭക്തിയുടെയും അത് നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ കൂടി പുറത്തു വരട്ടെ, അത് പ്രകടമാകട്ടെ, മറ്റുള്ളവർ കാണട്ടെ, മറ്റുള്ളവർക്ക് അനുഭവമാകട്ടെ എന്നാണ് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഒരു ലളിതമായിട്ടുള്ള ഒരു മുഖവര ഞാൻ പറഞ്ഞത്. ഞാൻ തൽക്കാലം ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ അതിൻ്റെ 1-ാം അധ്യായം മുതൽ പഠിച്ച് തുടങ്ങാം. ആ സന്ദർഭങ്ങളിൽ ഇത് പലതും നമുക്ക് ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞാലിരിക്കുന്ന പല വിഷയങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കും. അല്പം കൂടി ആഴമായിട്ട് ചിന്തിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലളിതമായിട്ടുള്ള ഒരു മുഖവര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാലിരിക്കുന്ന വിഷയങ്ങൾ വീണ്ടും പഠിച്ചു വരുമ്പോൾ ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.